ഇനി യുദ്ധം ഇസ്രയേലിന് നേർക്കെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. വെടിനിർത്തൽ 2 ആഴ്ചത്തേക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അടി പൊട്ടിയേക്കാം എന്ന സാഹചര്യം. കാരണം വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രയേൽ സൈന്യം തയ്യാറായിട്ടില്ല. ഒരടി പ്രതീക്ഷിച്ച് യുദ്ധത്തിന് സജ്ജമായി തന്നെ ഇറാനും നിൽക്കുന്നു. ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ജൂതരാഷ്ട്രം. നിങ്ങൾ സുരക്ഷിതരല്ലെന്ന് IRGC തലവൻ ഒരു ഭീഷണി മുഴക്കി. എന്നാൽ ഈ ഭീഷണി നിസ്സാരമായി ഇസ്രയേൽ തള്ളിക്കളയുന്നില്ല. ചില രഹസ്യ വിവരങ്ങൾ ഇറാന് ചോർന്നു കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് മൊസാദും. വെടിനിർത്തൽ പ്രഖ്യാപിക്കും മുൻപ് വരെ ഇസ്രയേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ നോക്കി കയറി അടിച്ചിരുന്നു ഇറാൻ. അന്നേ ഇസ്രയേൽ കണക്ക് കൂട്ടി ഇറാന് സഹായം ലഭിക്കുന്നുണ്ടെന്ന്. സംശയം തോന്നിയത് റഷ്യയായിരുന്നു. അത് തെറ്റിയില്ല. ഇസ്രയേൽ കേന്ദ്രങ്ങളുടെ രഹസ്യങ്ങൾ ചൂണ്ടി ഇറാന് കൈമാറിയത് റഷ്യയാണെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇറാന് കൈമാറിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രയേൽ വ്ളാഡിമിർ പുടിന് നേരെ തിരിയുമോ എന്ന ആശങ്കയിലാണ് അമേരിക്ക. അല്ലെങ്കിൽ തന്നെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാകാതെ കലിപ്പിലാണ് ഇസ്രയേൽ സൈന്യം. അതിന്റെ കൂടെ ഇറാന് തങ്ങളുടെ വിവരങ്ങൾ ചോർന്നു കിട്ടിയെന്നുള്ള റിപ്പോർട്ട് IDF-നെയും മൊസാദിനെയും ചോടിപ്പിക്കുന്നു. മേഖലയിൽ പുതിയ യുദ്ധമുഖം തുറക്കുമോ എന്ന് ആശങ്കപ്പെടുകയാണ് ട്രംപും. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലയളവ് യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാകാനുള്ള തയ്യാറെടുപ്പാണ് ഇറാന്. ആയുധങ്ങൾ സ്വരുക്കൂട്ടുന്നതിനും മിസൈൽ നിർമ്മാണവും തകൃതിയാക്കിയിരിക്കുകയാണ് IRGC. ഇസ്രയേൽ ആ അപകടം മുന്നിൽ കണ്ടാണ് ട്രംപിനെ വിമർശിച്ചത്. 2 ആഴ്ചത്തേക്ക് കിട്ടുന്ന ഗ്യാപ്പ് ആയുധം സംഭരിക്കുന്നതിനും ശക്തരാകുന്നതിനും അവസരമാക്കുകയാണ് ഇറാൻ. റഷ്യയിൽ നിന്ന് വീണ്ടും ഡ്രോൺ സഹായം ഇറാന് ലഭിക്കാനും സാധ്യതയുണ്ട്. നിശബ്ദ സാന്നിധ്യമായി ഇറാന് പിന്നിൽ റഷ്യയുണ്ടെന്ന് അമേരിക്കയും മുൻപ് സംശയം പ്രകടിപ്പിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ഇറാന് കിട്ടിയതിനു ശേഷം അവർ കയറി അടിച്ചപ്പോൾ തന്നെ അമേരിക്ക മനസ്സിലാക്കിയിരുന്നു റഷ്യയുടെ സഹായം അല്ലെങ്കിൽ ചൈനയുടെ സഹായം ഇറാന് ലഭിക്കുന്നുണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇറാന് ചില സഹായങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതത്ര നിസ്സാരമല്ല. കാരണം 2 ആഴ്ച ഇറാൻ അനുവദിച്ചു കിട്ടിയിരിക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ ഇറാൻ ഇനി അടിക്കേണ്ട കേന്ദ്രങ്ങളുടെ ഒരു തയ്യാറെടുപ്പ് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇറാന് ഇപ്പോൾ ഇസ്രയേലിന്റെ ചില തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ റഷ്യ കൈമാറിയിരിക്കുന്നത്. അതത്ര നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. ഈ വെടിനിർത്തലിന് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ഘോര യുദ്ധമാണ് നടക്കാൻ പോകുന്നതെങ്കിൽ ഇറാൻ തീർച്ചയായും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കേന്ദ്രങ്ങളിൽ, ഇസ്രയേലിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ കയറി അടിക്കും. ഇസ്രയേലിലെ 55 അതീവ സുപ്രധാന ഊർജ കേന്ദ്രങ്ങളുടെ പട്ടിക റഷ്യ ഇറാന് നൽകിയതായിട്ടാണ് സൂചനകൾ. ഹദേരയിലെ ഒറോട്ട് റാബിൻ പവർ സ്റ്റേഷൻ തകർക്കാൻ റഷ്യ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇസ്രയേലിന്റെ വൈദ്യുത ശൃംഖല ഒറ്റപ്പെട്ടതാണെന്നും ഏതാനും പ്രധാന നിലയങ്ങൾ തകർത്താൽ രാജ്യം മുഴുവൻ ദീർഘകാലം ഇരുട്ടിലാകുമെന്നും റഷ്യ ഇറാനെ ധരിപ്പിച്ചിട്ടുണ്ടത്രേ. സൈനിക സഹായത്തിന് പുറമെ സൈബർ മേഖലയിലും ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നുണ്ട്. റഷ്യൻ ഹാക്കർമാരും ഇറാന്റെ ഹണ്ടാല ഹാക്ക് പോലുള്ള ഗ്രൂപ്പുകളും ചേർന്ന് ഇസ്രയേലിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ടെലികോം ഊർജ കമ്പനികളെ ലക്ഷ്യമിടുകയാണ്. ഇസ്രയേലിലെ നിർണായക കേന്ദ്രങ്ങളുടെ കൺട്രോൾ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറാനുള്ള വിവരങ്ങൾ റഷ്യൻ ഹാക്കർമാർ ടെലിഗ്രാം വഴി കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിന് റഷ്യൻ ഉപഗ്രഹങ്ങൾ പിന്തുണ നൽകിയിരുന്നു. ആഗോളതലത്തിൽ എണ്ണവാതക നീക്കത്തിന്റെ 1/5 നടക്കുന്ന ഈ പാതയിലെ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെ കണ്ടെത്താൻ റഷ്യ സഹായമാണ് ചെയ്തു കൊടുത്തിരുന്നത് ഇറാന്. റഷ്യയും ഇറാനും തമ്മിൽ കഴിഞ്ഞ വർഷം ഒപ്പിട്ട തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവര കൈമാറ്റമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളോട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ റഷ്യയ്ക്ക് ഡ്രോണുകൾ നൽകുന്നതിനുള്ള പ്രതികാരമായിട്ടാണ് ഈ വിവരങ്ങൾ യുക്രൈൻ പുറത്തുവിട്ടത് എന്നും കരുതപ്പെടുന്നുണ്ട്. അതായത് റഷ്യ വലിയ സഹായം ഇറാന് നൽകുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വന്നത് യുക്രൈൻ ആയിരുന്നു. അത് യുക്രൈന് ഇറാനോടുള്ള ഒരു കലിപ്പ് കൊണ്ടാണ് എന്നുള്ള ചർച്ചകളും ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ഇത് അത്ര നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്നല്ല. ഇറാൻ പ്രിസിഷൻ അറ്റാക്കുകൾ ഈ പറയുന്ന ഇസ്രയേലിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും നടത്തിയിരുന്നു. അതിന് ഇറാന് മാത്രമായി കഴിയുന്ന ഒരു കാര്യമല്ല. ഇറാന് കൃത്യമായ ഒരു വൻ രാജ്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ സഹായം അതിനാവശ്യമായിട്ടുണ്ട്. ചൈന ഈ ഘട്ടത്തിൽ അത്തരം ഒരു സഹായം ചെയ്യാൻ തയ്യാറായേക്കില്ല. പക്ഷേ റഷ്യ ആ ഒരു സഹായം ഇറാന് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.
വിദേശ രാജ്യങ്ങളുടെ സഹായം തങ്ങളുടെ സൈനിക വിജയങ്ങളെ ബാധിക്കില്ല എന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് ഒലീവിയ വെയിൽസ് പ്രതികരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാന് പിന്നിൽ നിഴലായി റഷ്യയുണ്ട്. റഷ്യ ശക്തമായി കൂടെ നിന്നതാണ് ഇറാന് യുദ്ധത്തിൽ തന്ത്രപരമായ നേട്ടങ്ങൾക്ക് സഹായിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഗൾഫ് മേഖലയിലെയും ഇസ്രയേലിലെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കൃത്യമായിട്ടാണ് റഷ്യ ചോർത്തി കൊടുത്തിരിക്കുന്നത്. ആക്രമണത്തിന് മുൻപും ശേഷവും റഷ്യൻ സാറ്റലൈറ്റുകൾ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം കണ്ടെന്ന് ഉറപ്പാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ കരാർ വഴിയാണ് ഇവ നടപ്പാക്കിയത്. ഇസ്രയേലും അമേരിക്കയും ആക്രമണം ആരംഭിക്കുമ്പോൾ തന്നെ അതുല്യമായ രഹസ്യ സഹായം റഷ്യ ഇറാന് നൽകി തുടങ്ങിയിരുന്നു. റഷ്യൻ ഉപഗ്രഹങ്ങൾ യുദ്ധത്തിലുടനീളം ഇറാനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, എയർപോർട്ടുകൾ, എണ്ണപ്പാടങ്ങൾ എന്നിവയുടെ ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ഇപ്പോൾ റഷ്യ ഇറാന് കൈമാറിയിട്ടുണ്ട്. 46 പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളുടെ വിശദമായ ചിത്രങ്ങൾ എടുത്ത് ഇറാന് കൈമാറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. മാർച്ച് 21 മുതൽ 31 വരെ മാത്രം 11 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ 24 സർവേ പൂർത്തിയാക്കി. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ സൈറ്റുകൾ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യം വെച്ചു. ആക്രമണത്തിന് ശേഷം ഫലം വിലയിരുത്താൻ മറ്റൊരു റഷ്യൻ ഉപഗ്രഹം വീണ്ടും ഇതേ സ്ഥലത്ത് പാസ് ചെയ്തു. സൗദിയിലെ ഹഫർ അൽ ബാത്തിൻ, റിയാദിലെ അൽ ഖർജ് എന്നിവയുടെ ഉദാഹരണ സഹിതമായിരുന്നു റിപ്പോർട്ടുകൾ കൈമാറിയത്. എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്ന ഭാഗങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ 5 തവണയാണ് സർവേ ചെയ്തത്. തുർക്കി, ജോർദാൻ, കുവൈറ്റ്, UAE, ഇസ്രയേൽ, ഖത്തർ, ഇറാഖ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളും ഡീഗോ ഗാർഷ്യ നേവൽ ബേസും റഷ്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഷിപ്പിംഗ് റൂട്ടുകളും റഷ്യൻ ഉപഗ്രഹങ്ങൾ തുടർച്ചയായിട്ട് സർവേ ചെയ്തിരുന്നു. ഇതെല്ലാം യുദ്ധത്തിൽ തന്ത്രപ്രധാന ആക്രമണത്തിന് ഇറാന് വഴിയൊരുക്കി കൊടുത്തു. 2025 ജനുവരിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനും ഒപ്പുവെച്ച കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ട്രീറ്റിയിലെ കരാർ അനുസരിച്ചാണ് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിവര കൈമാറ്റങ്ങൾ നടത്തുന്നത്. ഇത് പ്രകാരം ഇരു രാജ്യങ്ങളുടെയും ഇന്റലിജൻസ് സുരക്ഷാ സേവനങ്ങൾ വിവരങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സഹകരണം ഇറാന് യുദ്ധത്തിൽ വലിയ തന്ത്രപ്രധാന നേട്ടമാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ പോർ വിമാനങ്ങൾ ഇറാൻ തകർത്തതിന് പിന്നിലും റഷ്യൻ സഹായമുണ്ടെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. F-15E, സ്ട്രൈക്ക് ഈഗിൾ A-10, തണ്ടർബോൾട്ട് 2 എന്നീ വിമാനങ്ങളായിരുന്നു ഇറാൻ തകർത്തത്. ഇറാൻ പ്രതിരോധ സേനയ്ക്ക് ഇത്ര കൃത്യമായി അമേരിക്കൻ വിമാനങ്ങളെ തകർക്കാൻ സാധിച്ചത് റഷ്യയുടെ സഹായത്താലാണെന്ന ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു.